എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കോഴിക്കോട് കുടത്തായിലെ പാലം അപകടാവസ്ഥയിലാണ്. പാലത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ള ബോർഡ് സ്ഥാപിച്ചതല്ലാതെ പാലത്തിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നില്ല എന്ന നാട്ടുകാർ ആരോപിക്കുന്നത്. അപകടങ്ങൾ പതിവായതിനാൽ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത വാർത്തകളിൽ നിറയുന്നതാണ്. അപകടപാത എന്നാണ് ഇപ്പോൾ വിളിപ്പേര് തന്നെ. ആ പാതയിലെ ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ് പരിതാപകരം. 228 കോടി രൂപ ചിലവിലാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അക്കമിട്ട് നിരത്തി അപാകതകൾ പിന്നീട് കണ്ടെത്തി. റോഡ് നിർമ്മാണ സമയത്തും പാലം ഫലപ്പെടുത്തിയില്ല. ഇപ്പോൾ പാലത്തിനടിയിൽ അപകടകരമായ വിധത്തിലാണ് വിള്ളലുകൾ. പാലത്തിന് മുകളിൽ നീളത്തിൽ കുഴിയും. പാലം 57 വർഷമായി. വളരെ ക്ലിയർ പറയുകയാണെങ്കിൽ എനിക്ക് 5 വയസ്സുള്ളവരെ പാലപ്പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2.5 വർഷം മുൻപാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. 228 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചത്. പക്ഷേ ഈ പാലത്തിൽ ആകെ സംഭവിച്ചത് ഇതിൻ്റെ കൈവരികളിൽ പെയിൻ്റ് അടിച്ചു എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു നവീകരണം ഇതിൽ നടത്തിയിട്ടില്ല. ഈ പാലത്തിൻ്റെ നിലവിലെ അവസ്ഥ നമ്മളിപ്പോൾ ഇതിലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇതിന് 2 ഭാഗത്തെ ബീമുകളിൽ കൂറ്റൻ വിള്ളലും ഒരു പില്ലറിൽ വിള്ളലുമുണ്ട്. വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഈ പാലം ഇടിഞ്ഞു വീഴും എന്നുള്ളൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. പാലത്തിന് ഇരുവശവും മീറ്ററുകൾക്ക് മുൻപ് തന്നെ ഭാരമുള്ള വാഹനങ്ങൾ പ്രവേശിക്കരുതെന്ന ബോർഡുകൾ സ്ഥാപിച്ചതാണ് നിലവിൽ സ്വീകരിച്ച ഏക നടപടി. ബോർഡ് വെച്ചിട്ടുണ്ട്, അത് ഭാരം കൂടിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന്. പക്ഷേ അത് നിയന്ത്രിക്കാനൊന്നും ആരും നിൽക്കുന്നില്ല അവിടെ. പിന്നെ ആണെങ്കിൽ ലെവൽ നോക്കിയാൽ അറിയാം, മൊത്തത്തിൽ ആ ഭാഗം മൊത്തം താന്ന് കിടക്കുന്നുണ്ട്. ഒരു 4 ഇഞ്ചോളം താന്ന് കിടക്കുന്നുണ്ട്. വലിയ വണ്ടി വരുന്നവരെ ഞങ്ങൾക്ക് ഇവിടെ ജെർക്കിങ് അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഗവൺമെൻറ്റും ഒരു പരിഹാരം കാണണം. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.